ഞാൻ ഈ കാവടി തുള്ളി ഒരുങ്ങി പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ജസ്റ്റ് എന്നോട് പറഞ്ഞു ബാ ഒരുങ്ങ് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന്. അത് കേൾക്കേണ്ട താമസം ഞാൻ ഒരുങ്ങി പോയെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോന്നേ എനിക്ക് ഈ വീട്ടിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്താണെന്നറിയാം, ഭയങ്കര ബോറിങ്ങാണ് വീട്ടിലൊരു 2-3 ദിവസം അടുപ്പിച്ചിരുന്നത്. എന്നെപ്പോലെ വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഞാൻ ഓർക്കും ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം അല്ലേ. ഈ വിൻ്റർ സീസണിലൊക്കെ എങ്ങനെ അവർ വീടിനകത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ മേലാത്ത. എന്നോട് ആരാണ്ട് ചോദിച്ചു എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാന്ന് കണ്ടോ കേട്ടോ. ചാലച്ചി ടിമ്പുഴയുടെ വെഡിങ് ബെൽസ് ഓർക്കുന്നുണ്ടോ? ഇതാണ് ലിപ്സ്റ്റിക്. ഇന്നലെ ആരോ ചോദിച്ചു. അങ്ങനെ ഒരുങ്ങാൻ പറഞ്ഞു. ഞാൻ ചാടി വണ്ടിയെ കയറി. ശരിക്കും സംഭവം എന്നാന്ന് ചോദിച്ചാൽ ജസ്റ്റ് എന്നോട് ആദ്യം പറഞ്ഞത് നമുക്കൊന്ന് പുറത്ത് പോകാം, പക്ഷേ എനിക്കൊന്ന് ഓഫീസ് വരെ പോകണമെന്ന്. ശരിക്കും ജസ്റ്റ് ഓഫീസിൽ പോകണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയുണ്ടല്ലോ നമുക്ക് മുട്ടം പണി കിട്ടുമെന്നേ പല പ്രാവശ്യം അനുഭവമുള്ള. എന്നാലും ബോബന് മുകളിലെ പട്ടി പോകുന്നില്ല, ഞാൻ ചാടി കയറി വണ്ടിയെ കയറുമെന്നുള്ളതാണ്. എന്നോട് 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ വരാം, നിങ്ങൾ ആ മുഷ്രിഫ് മോളി വരെ ഒന്ന് പൊക്കോ, അവിടെ ഒന്ന് കറങ്ങി തീരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരും, എന്നിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകുന്നതായിരുന്നു വാഗ്ദാനങ്ങളിൽ പിന്നെയും മയങ്ങി വീണ് ഞാൻ. ഓരോ പ്രാവശ്യം ജസ്റ്റ് എന്നെ കൊണ്ട് പോസ്റ്റ് ആക്കുമ്പോൾ ഞാൻ വിചാരിക്കുവേ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പോകത്തില്ലെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് വിളിച്ചാലേ എനിക്ക് നോ പറയാൻ അറിയത്തില്ലെന്നേ. ഉണ്ടല്ലോ ജസ്റ്റ് 1 മണിക്കൂർ മാക്സിമം, അതിൽ കൂടുതൽ കൂടിയാൽ ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കും. ഓക്കെ എന്നാ. അങ്ങനെ ജസ്റ്റ് എന്നെയും ചെടിക്കുട്ടനെയും മുഷ്റൂമോളിൽ ഇറക്കി വിട്ടിട്ട് നേരെ ഓഫീസിൽ പോയതാണേ. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിമോൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ, ഞങ്ങൾ ഒരിടത്തും നേരെ കറങ്ങാൻ പോയില്ല. ഞങ്ങൾ ജസ്റ്റിക്ക് വേണ്ടിയിട്ട് 1/2 അവർ വെയിറ്റ് ചെയ്തുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ആദ്യം തന്നെ പോയി അങ്ങ് വാങ്ങിച്ചു. കാരണം നമുക്കറിയാം ഇതൊക്കെ സംഭവിക്കുള്ളെന്ന്. കൊക്കത്ര കുളം കണ്ടേക്കുന്നതല്ലേ, സ്ഥിരം ഇതാന്നേ ജസ്റ്റിയുടെ പരിപാടി. പക്ഷേ മുഷ്റൂം മോളിൽ ചെന്നപ്പോൾ അവിടെ എന്തോ ഓട്ടോ എക്സ്പോ എന്തോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്ത് കാറായിരുന്നെന്നറിയാമോ, ഒത്തിരി വിൻറ്റേജ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റോൾസ് റോയ്സിൻ്റെയും ബെൻസിൻ്റെയും അങ്ങനെ ഒത്തിരി പഴയ മോഡൽസൊക്കെ ആയിട്ട് ഈ കാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കേ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ദൃശ്യവിരുന്നെന്ന് വേണേൽ തന്നെ പറയാം, അല്ലെങ്കിൽ റീൽസൊക്കെ എടുക്കുന്നവർക്ക്. പക്ഷേ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും നമ്മുടെ കോൺസെൻട്രേഷൻ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ കയറുക അല്ലെ ഫുഡ് അടിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ടല്ലോ കുറച്ച് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്തു, അങ്ങനെ കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നടന്നു കേട്ടോ. പക്ഷേ ജഡുവിന് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. അവൻ കണ്ടില്ലാത്ത ഒരുപാട് കാറ്. ഇതിപ്പോൾ അവൻ കണ്ടിട്ടില്ല എന്നത് പറയുമ്പോൾ തോന്നും ബാക്കിയെല്ലാം ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ടിട്ടുള്ളതല്ല കേട്ടോ. ഒത്തിരി അതിലൊരു കാറും തന്നെ ഈ എന്താ പറയുന്നത് പുതിയ കുറച്ച് കാറല്ലാതെ ബാക്കിയൊന്നും ഞാനും കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ചൊക്കെ കണ്ടു. പിന്നെ ഞാൻ ചിന്തിച്ചതേ ആ മുഷ്രിഫ് മോളിലെ 3rd ഫ്ലോർ വരെ എങ്ങനെ ഇവർ ഈ കാറെല്ലാം കയറ്റിയെന്നുള്ള. ഗ്രൗണ്ട് ഫ്ലോർ ഓക്കെ, ബാക്കിയുള്ള ഫ്ലോറിൽ എങ്ങനെ കയറ്റി? കാരണം ഞാൻ കണ്ടേക്കുന്ന അവിടുത്തെ ലിഫ്റ്റിന് ഇമാതിരി കാറ് കയറാനുള്ള സൈസും വലുപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ കാറൊക്കെ എങ്ങനെയായിരിക്കും അവിടെ കയറ്റിയത്? ഇനി വല്ല JCBയോ അല്ലെങ്കിൽ വല്ല ക്രെയിനോ ഒക്കെ വെച്ച് കയറ്റിയതായിരിക്കുമോ? ആർക്കറിയാം അല്ലേ. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിച്ച് തല പോഹയ്ക്കുണ്ടെന്നേ. പിന്നെ അവിടെ കാറൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ കയറി കേട്ടോ. അവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമുണ്ട് കേട്ടോ, ജാപ്പനീസ് ചെറി ബ്ലോസം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്രേഗ്രൻറ്റ്. അവരുടെ അത് ജാപ്പനീസ് ചെറി ബ്ലോസത്തിൻ്റെ തന്നെ എന്താ പറയുന്നത് ബോഡി സ്ക്രബും ഷവർ ജെല്ലും ബോഡി ക്രീമും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. അങ്ങനെ ഞാനും കുറേ സാധനമൊക്കെ വാങ്ങിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ തീർന്നിട്ടൊന്നുമല്ല, പിന്നെ സെയിൽ കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചു പോകുമല്ലോ. അങ്ങനെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ജേഡു എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ബ്രാൻഡ് ഫോർലെസ്സിൽ കയറണമെന്ന്. എന്തോ കൊച്ചിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്പാണ് ഈ ബ്രാൻഡ് ഫോർലെസ്. എന്താണെന്ന് അറിയത്തില്ല, ഒരുമാതിരി അമ്മ വീട്ടിലോ അങ്കിളിൻ്റെ വീട്ടിലോ അല്ലെ അപ്പൂപ്പൻ്റെ വീട്ടിലോ ഒക്കെ പോകുന്നതിൽ ചാടി കയറും. അവന് വാങ്ങിക്കണമെന്നൊന്നുമില്ലേ, പക്ഷേ പുള്ളിക്കൊന്ന് കണ്ടാൽ മതി. അങ്ങനെ ബ്രാൻഡ് ഫോർലെസ്സിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബോർഡേഴ്സിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ ജേഡുവിന് ഈ ബുക്സ് വായിക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ബോർഡേഴ്സ് അവന് എന്നും ഇഷ്ടമുള്ളൊരു ഷോപ്പാണ്. നമ്മൾ ഏത് ഷോപ്പിംഗ് മോളിൽ പോയാലും അവിടെ ബോർഡേഴ്സ് ഉണ്ടേ ജേഡു കയറിയിരിക്കും. പിന്നെ ഞാൻ ജേഡുവിന് ഒരു വാക്ക് കൊടുത്തായിരുന്നു, നമുക്ക് ബോർഡേഴ്സിൽ പോയി കഴിയുമ്പോൾ കൊച്ചിന് ഇഷ്ടമുള്ള ബുക്സ് ഒരെണ്ണം എടുത്തോ അമ്മ വാങ്ങിച്ചു തരാമെന്ന്. അങ്ങനെ ബോർഡേഴ്സിൽ ചെന്നപ്പോൾ 3 എടുത്താൽ 2 പ്രൈസ് കൊടുത്താൽ മതി. അങ്ങനെ ഒരു പ്രൊമോഷൻ കണ്ടു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ജേഡു അവിടെ എല്ലാം കയറി നടന്നു കേട്ടോ. ശരിക്കും ഈ വിംബി കിഡും പിന്നെ ഡോഗ്മാൻ ബുക്കും ഒക്കെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ എല്ലാ സീരീസും അവൻ വായിച്ചിട്ടുണ്ട്. എല്ലാം വായിക്കും.
വായിക്കാറുണ്ട് ഏത് സീരീസ് ഇറങ്ങിയാലും. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഞാൻ വേറെ കണ്ടൊക്കെ കുറച്ച് നോക്കി. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട 1-2 ബുക്കൊക്കെ എടുത്ത് കേട്ടോ. അത് തന്നെയല്ല, ഈ പിള്ളേർ നമ്മളോട് ടോയ്സോ അല്ല ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അല്ല പറയുന്നത്. ഇങ്ങനത്തെ ബുക്സൊക്കെ ചോദിക്കുമ്പോൾ അതങ്ങ് വാങ്ങിച്ചു കൊടുക്കണം അല്ലേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ബോബനും മോളി ഒന്നും വായിച്ച് നടന്ന പോലെയല്ലോ. ഈ ജേഡ് ചില സമയത്ത് എന്നോട് ചോദിക്കുക, അമ്മ നിൻ്റെ ചൈൽഡ്ഹുഡിൽ നീ ഏത് ബുക്സൊക്കെ ആയിരുന്നു വായിച്ചത്? ഞാൻ പറഞ്ഞു, ജേഡു എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞങ്ങൾ ബോബനും മോളിയും ബാലരമയും ഇത് മെയിനായിട്ട്, പിന്നെ പൂമ്പാറ്റയോ, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ ബുക്സ്. കൊച്ചുങ്ങൾക്ക് അത് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമല്ലേ. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ബോബനും മോളിയല്ല ബാലരമ നോക്കിയിരിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഈ ബാലരമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത് കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ 3 പേരാണേ. ബാലരമയൊക്കെ കൈ കിട്ടി ഞങ്ങൾ മുട്ടൻ അടിയാണ്. എനിക്ക് വായിക്കണം, അല്ലെ അവന് വായിക്കണം, എൻ്റെ സിസ്റ്ററിന് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടി നടക്കും. അപ്പോൾ എൻ്റെ മമ്മി ചോദിക്കും, ആരാദ്യം വായിച്ചാൽ എന്നാ, അതിൻ്റെ മഷി വാങ്ങിയൊന്നും പോകത്തില്ലല്ലോ, അത് കഴിയുമ്പോൾ അടുത്തയാൾക്ക് വായിക്കത്തില്ലെന്ന്. എന്നാൽ അത് ആദ്യം വായിക്കുമ്പോഴത്തെ ഒരു രസമല്ലേ, അതൊക്കെ ഒരു അന്തക്കാലം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി മടുത്തു. ജസ്റ്റ് പറഞ്ഞ സമയങ്ങൾ മൊത്തം കഴിഞ്ഞു പോയി. അരമണിക്കൂറെന്ന് പറഞ്ഞാൽ അരമണിക്കൂറല്ല, 1 മണിക്കൂർ കഴിഞ്ഞാലും വരികയെന്നറിയാം. അതുകൊണ്ട് ഞങ്ങളൊരു കോഫി ഷോപ്പിൽ കയറി, ടിം ഹോട്ടൻസിൽ കയറി കേട്ടോ. പിന്നെ ഒരു കോഫി ഞാൻ പറഞ്ഞു ആസ് യൂഷ്വൽ, പിന്നെ കൊച്ചിനൊരു ഡോണറ്റ് മതിയെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമുക്ക് ലഞ്ച് കഴിക്കാനും പോകണമായിരുന്നേ. ജസ്റ്റ് ഞങ്ങളോട് പറഞ്ഞ മോഹന വാഗ്ദാനത്തിൽ നിയമസംഹിതയിലെ ആദ്യത്തെ വാഗ്ദാനം അതായിരുന്നു, പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. സമയം കണ്ടോ, 2 മണിയാകുന്നു. എനിക്കൊന്ന് ഞങ്ങളെ 12 മണി കഴിഞ്ഞപ്പോഴും കണ്ട് ഇറക്കി വിട്ടതാണ് ആ സാധനം. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ നോക്കുമ്പോൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞെങ്കിലുണ്ടല്ലോ എനിക്ക് ടൈം പാസിന് ഒരു കാര്യമില്ല. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരുന്നു, എൻ്റെ ഫോണിൽ നെറ്റും ഇല്ല. എനിക്കാണെങ്കിൽ ഭ്രാന്തെടുത്തിട്ട് ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിൽ വരുന്ന കമൻറ്റിന് റിപ്ലൈ എങ്കിലും ചെയ്യായിരുന്നു. അവസാനം ജേഡുവിന് വാങ്ങിച്ച ഒരു ബുക്സ് എടുത്ത് വായിച്ചു കേട്ടോ. അതൊരു കോമിക് ബുക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ കോമിക് ജോക്സ് ഇല്ലേ, ഇങ്ങനെ കോമിക് ജോക്സ് അല്ല, കോമിക് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ളൊരു ബുക്കായിരുന്നു. അതെല്ലാം ഇരുന്ന് വായിച്ചു. പിന്നെ ജേഡുക്കുട്ടനൊരു വഴിക്ക് പോകുമ്പോൾ അവൻ്റെ ബാഗിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിടും, പേപ്പറും പെന്നും പെൻസിലും ഒക്കെ. ഇത് കണ്ടോ എന്നാ സംഭവം എന്ന് മനസ്സിലായോ? ജേഡുവിന് നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ കുറേ ഏറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ ടെൻഷനാണ്. അവിടുത്തെ പ്രോട്ടോക്കോളിൽ എഴുതി വെച്ചിട്ടുണ്ട് 2 hours കൂടുതൽ ആ ഷോപ്പിൽ ഇരിക്കാൻ പാടില്ല ഫുഡ് കഴിച്ചുകൊണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അമ്മ നമ്മൾ ഓൾമോസ്റ്റ് 2 hours ആയില്ലേ ഇവിടെ ഇരുന്നിട്ട്, അപ്പോൾ അവർക്ക് അത് പ്രശ്നമാകും, നമുക്ക് അല്ലേ വേറെ ഏതെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയിരിക്കാമെന്ന്. കൊച്ചല്ലേ അല്ലേ, കൊച്ചിന് ഈ ശരിക്കും എന്താ പറയുക പ്രോട്ടോക്കോൾസൊക്കെ കീപ്പ് ചെയ്ത് ജീവിക്കാനായി പിള്ളേർക്ക് അറിയത്തുള്ളൂ. കൊച്ചിൻ്റെ വിചാരമേ കറക്റ്റ് 2 hours കഴിയുമ്പോൾ അവർ വന്ന് നമ്മളെ ഇറക്കി വിടുമെന്നൊക്കെ ആയിരിക്കും അല്ലേ. ഞങ്ങളുടെ ഇപ്പം അരമണിക്കൂറിനുള്ളിൽ വരാമെന്നല്ലേ പറഞ്ഞത്. ജസ്റ്റ് 12:45 ഞങ്ങളെ ഇറക്കി വിട്ടു. ഇപ്പൊ സമയം നോക്കി 2:57. ഇതുപോലെ വാക്കിന് സ്ഥിരതയില്ലാത്തൊരു മനുഷ്യൻ എന്നും പോസ്റ്റാകലാണ് എൻ്റെ മെയിൻ പരിപാടി. ഇനി മേലാ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് പറയട്ടേ, ഇനി മേലാല് ജസ്റ്റ് ഞങ്ങളോട് ഇറങ്ങുക, ഞാൻ അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരത്തില്ല കേട്ടോ. ഞങ്ങളാണ് ഇരുന്ന് എൻ്റെ ഫോണിലാണ് നെറ്റും ഉണ്ടോ അതും ഇല്ല, പണ്ടടങ്ങാനായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമം വരികയില്ലായിരുന്നു. പുറത്ത് പോവാം, നമുക്ക് ഫുഡ് കഴിക്കാം, ലഞ്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് വന്ന ചതിയൻ. ഇപ്പൊ സമയം നോക്ക്, 3 മണി. ഇനി 3 മണിക്ക് ഇവിടെ ജസ്റ്റ് ലഞ്ച് കിട്ടുന്നേ. വിശന്നാണ് മനുഷ്യന്റെ കുടല് കഴിഞ്ഞു. അതിനിവിടെ പ്രസക്തി ഇല്ല. ഞാൻ ഓഫീസിൽ പോയിട്ട് 1 മണി, അതിനിവിടെ പ്രസക്തി ഇല്ലെന്ന് പറഞ്ഞില്ലേ. 3 മണിക്ക് ഇതിന്റെ കുഞ്ഞമ്മ വെച്ചേക്കുന്ന ലഞ്ച്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ ചെന്നാൽ ഞങ്ങൾക്ക് ലഞ്ച് കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്, അത് പ്രത്യേകിച്ച് ലഞ്ച് മീൻസ് ഫുഡൊക്കെ കിട്ടും, പക്ഷേ ടിപ്പിക്കൽ ഇന്ത്യൻ മീലൊക്കെ ഒന്നും കിട്ടത്തൊന്നുമില്ലെന്നേ. കാരണം 3 മണി കഴിഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് വല്ല ബിരിയാണിയും വാങ്ങിച്ചുകൊണ്ട് വരാം. ജസ്റ്റിക്ക് ശരിക്കും പറഞ്ഞാൽ പോയി കഴിക്കാനായിരുന്നേ. പിന്നെ പോയി കഴിച്ച് പാർക്കിംഗ് ഒക്കെ ഇട്ട് കഴിക്കുമ്പം കുറേ സമയം എടുക്കുകയല്ലേ. അങ്ങനെ നമ്മൾ റിത്താജിൽ പോയി. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ റിത്താജിലെ ബിരിയാണി? അബുദാബിയിലുള്ളവർ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ജേഡുവിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല എണ്ണയാണ് റിത്താജിലെ ബിരിയാണിക്ക്. പക്ഷേ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാ തിരക്കാന്ന് പറയും. ഇങ്ങോട്ട് വയ്ക്കുക, 3 മണി കഴിഞ്ഞിട്ടും അവിടെ ബിരിയാണി വാങ്ങിക്കാൻ വന്നവരുടെ തിരക്കാണ് കേട്ടോ. നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ട്
നേരെ വീട്ടിൽ വന്നു. റിത്താജ് എന്ന് പറയുന്നത് ഒരു ഹൈദരാബാദി റെസ്റ്റോറൻ്റ് കേട്ടോ. അപ്പോൾ ഹൈദരാബാദി ബിരിയാണിയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ പഠിച്ചതൊക്കെ ഹൈദരാബാദിലാണല്ലോ. അപ്പോൾ ആ ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് അധികം സമയമൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ അടുത്ത യാത്ര തുടർന്നേ. കാരണം ജേഡ് കുട്ടന് സ്വിമ്മിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒരിടത്തും തന്നെ പോകത്തില്ലെന്ന്. എന്നോടും പറഞ്ഞു ബാ നമുക്ക് പോകാമെന്ന്. ശരിക്കും എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് തന്നെയല്ലേ ഉള്ളൂ, ജസ്റ്റിക്ക് അവിടെ വർത്തമാനം പറയാനൊന്നും ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നു. ജസ്റ്റി മോൻ ഒരു സ്ഥലത്തൊന്നും ചെന്നാൽ അല്ലെ അവിടെ പേരൻസൊക്കെ ഉണ്ട്, അവരോടൊന്നും വർത്തമാനം പറഞ്ഞൊന്നും ഇരിക്കത്തൊന്നുമില്ല. കൂടെ ഉള്ളവരോട് മിണ്ടത്തില്ല, പിന്നെ പുറത്തു നിന്നുള്ളവരോടല്ലേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നെറ്റും ഡേറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇരുന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിനോദം. ജസ്റ്റ് ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണേലും എന്നോട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നോട് കുറച്ചൊക്കെ സംസാരിക്കും, പക്ഷെ അധികം ചില സമയത്തൊന്നും മിണ്ടാൻ താല്പര്യമില്ലെന്നേ ഉള്ളൂ. ജേഡ് കൂട്ടൻ എനിവേ സ്വിമ്മിംഗ് പൂളിൽ നന്നായിട്ട് അർമാദിച്ചു. എനിക്ക് ഞാൻ പറഞ്ഞില്ല എപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ ജേഡ് ചാടുന്ന കാണുമ്പോൾ എനിക്കും കൂടെ ചാടാൻ തോന്നും. സ്വിമ്മിംഗ് ഡ്രസ്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സംയമനം പാലിച്ച് അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നേ, നമ്മുടെ ഫോണിലെ നെറ്റൊക്കെ തീർന്നു കഴിയുമ്പോഴേ നമ്മുടെ ലൈഫ് എന്ത് ശോകമൂഹം അല്ലേ, നമ്മൾ എന്ത് ചെയ്യുമോ എന്തോ. എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് ജേഡു അവിടെ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയുണ്ടോ. ജേഡു ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടപ്പനായി വണ്ടിയെ കയറി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ പുള്ളിക്ക് വായന വരും, വണ്ടിയെ മാത്രം വരുന്നൊരു സംഭവം. അത് തന്നെയല്ല ഇന്ന് നമ്മൾ കുറച്ച് ബുക്സ് പുതിയത് വാങ്ങിച്ചില്ലേ, പിന്നെ അതെല്ലാം വായിച്ച് തീർക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ജസ്റ്റ് പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ പോയി ഒരു കോഫി കുടിക്കാമെന്ന്. കാരണം രാവിലെ ഇറങ്ങിയതല്ലേ. അത് തന്നെയല്ല പിന്നെ ഉച്ചക്കത്തെ ഹെവി ബിരിയാണി എല്ലാം കൂടെ കഴിച്ചിട്ടേ നമുക്ക് നല്ല ഉറക്കവും ക്ഷീണമൊക്കെ വരുന്നുണ്ട്. ഈ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചാലേ ചോറ് കഴിക്കുന്ന പോലെ അല്ലല്ലോ, നമുക്കങ്ങ് ക്ഷീണമാണ്. പിന്നെ കുറച്ച് നേരം കിടക്കണമെന്ന് ഉറങ്ങണമെന്നൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി അങ്ങനെ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ലുലുലാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, ഫിഷൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫിഷൊക്കെ വാങ്ങിച്ചു, കുറച്ച് സാൽമനൊക്കെ വാങ്ങിച്ചേ. നമ്മളിപ്പം ഇച്ചിരി ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, കുറച്ച് എന്നാലും ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് സാൽമനൊക്കെ ഗ്രില്ല് ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ച് പോയതാണ്. കുറേ നാളായിട്ട് ഞാൻ പറയുന്നത് മിനെ പോകാമെന്ന്. പോകാൻ ജസ്റ്റിയും കൂടെ വന്നാലല്ലേ പറ്റുള്ളൂ. എനിക്ക് തന്നെ മിനെ മാത്രം പോകാൻ മടിയാണ് കേട്ടോ. അങ്ങനെ ലുലുവിൽ കയറി ഇനി ഒരാഴ്ചത്തേക്ക് വേണ്ട ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പോയി ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അതുവരെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും.